ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അതിന് റവയും തേങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്നത് റവ ലഡു പറയും, അല്ലെങ്കിൽ തരിയുണ്ടാന്ന് പറയും. ഇതിന് ഞാൻ 250 ഗ്രാം റവയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ചിരകിയതാണിത്. 3/4 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നീട് അതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇടുന്നുണ്ട്. നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം. റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തേങ്ങ ഉണ്ടല്ലോ. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും. ഇതൊന്നും ഇട്ട് കൊടുക്കുന്നതിന് ഒരു അളവൊന്നുമില്ല. നമ്മളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കളറ് മാറി വരുമ്പം നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റവ വറുത്തെടുക്കാൻ. റവേൻ്റെ കളറ് മാറാനൊന്നും പാടില്ല. അതിൻ്റെ മുന്നേ നമ്മൾ ഓഫാക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഓവറായിട്ട് റോസ്റ്റ് ചെയ്യാനും ഇത് പാടില്ല. അപ്പം നല്ല ഹാർഡായിരിക്കും ഓവറായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കളറൊന്നും മാറിയിട്ടില്ല. നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, തണയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച ആ പഞ്ചസാര നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര എടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഓരോരാളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പഞ്ചസാര. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര മെൽറ്റാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയിൽ കിടന്ന് തേങ്ങ വേവണം. തേങ്ങ കളറ് മാറാൻ പാടില്ലേ. ഇതിലുള്ള ഈ വെള്ളം വറ്റാനും പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ കുക്കാക്കിയെടുക്കാൻ. ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു നനവുണ്ടായിരിക്കണം. അതിന് ആ നനവോട് കൂടി നമുക്ക് റവ കുറേശ്ശെ ഇട്ട് അത് ഇളക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. കുറച്ചൊരു നനവുള്ളത് കൊണ്ട് ആ റവ അതിലിങ്ങനെ കിടന്ന് നല്ല സെറ്റായി വരും. ഈ സമയത്ത് നമുക്ക് കുറച്ചൊരു ഏലക്കാപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ നനവുള്ളത് കൊണ്ടാണ് ആ റവ അതിൽ കിടന്ന് നല്ല ഇങ്ങനെ സോഫ്റ്റായി വരുന്നുണ്ട്. ആ പഞ്ചസാര ലായനിയും തേങ്ങയും വെള്ളവും ഒക്കെ പാടെ ഇങ്ങനെ അതിലിങ്ങനെ മിക്സ് ആവുന്നുണ്ട്.
ഏലക്കാപ്പൊടീൻ്റെ നല്ല മണമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ബദാമും മുന്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കാവുന്നതാണ്. ഇപ്പോഴൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നല്ല പാകമായി വരുന്നുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം നല്ല സോഫ്റ്റ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹാർഡായി വരും. ഇത് നമുക്ക് കുറച്ച് ദിവസം കേടാകാതെ അങ്ങനെ നിൽക്കും. ചൂടോട് കൂടി തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേഗം നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ എല്ലാ റവയും ബോളാക്കിയെടുത്തു. ഇതെനിക്ക് 250 ഗ്രാം കൊണ്ട് 8 ഉണ്ട ഉണ്ടാക്കാൻ പറ്റി.